Okay. All of you mark your attendance. Sixth activity Attendance. ടീച്ചറെ ഓക്കെ ഓക്കെ എല്ലാവരും അറ്റൻഡൻസ് മാർക്ക് ചെയ്യുക, മറന്നു പോകരുത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വിളി വരും, നെക്സ്റ്റ് ക്ലാസ് കയറാൻ പറ്റില്ല, ലെറ്റർ എഴുതേണ്ടി വരും. അതുകൊണ്ട് അറ്റൻഡൻസ് കൃത്യമായി മാർക്ക് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ് കയറാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഓക്കെ, അപ്പൊ ചൊല്ലി രസിക്കാം. ഏഴാമത്തെ ആക്ടിവിറ്റീസ്, പേജ് നമ്പർ 34. എന്താണ് എറിക്കേ? ക്രമത്തിൽ എഴുതുക. അത് ടെക്സ്റ്റ് ബുക്കിൽ ചെയ്യണോ? സിക്സ്ത് ആക്ടിവിറ്റി ക്രമത്തിൽ എഴുതുക. അത് ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം. ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ നമ്പർ ഇടാൻ പറഞ്ഞു ഞങ്ങളോട്. ഓർഡർ 1 2 3 4 എഴുതിയിട്ടുണ്ട്. ഓക്കെ, അതായാലും മതി. ഓക്കെ മിസ്, ആദ്യം മുതൽ ഏതാണ്? മാതൃക പോലെ എഴുതുക. മൂന്നാമത്തെ ആക്ടിവിറ്റിയില് എന്താ പറഞ്ഞത്? ഇരുൾ. പേജ് നമ്പർ 13. രാവ്. ഓക്കെ, പകൽ പകലും, അകത്തും പുറത്ത്. അകത്തും പുറത്തും. ഇരുളും രാവ് രാവും, പകൽ പകലും, അകത്തും പുറത്ത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പൂ ചേർത്ത് എഴുതുക എന്നാണ്. മാതൃക പറഞ്ഞിട്ടുണ്ട്. പൂ പ്ലസ് താലി പൂത്താലി, പൂ പ്ലസ് ചെടി പൂച്ചെടി, പൂ പ്ലസ് കളം പൂക്കളം. നെക്സ്റ്റ് പൂ പ്ലസ് തുമ്പി പൂത്തുമ്പി. എന്ത് ചെയ്യുന്നേ? എല്ലാ അക്ഷരങ്ങളും അതിന് ചേർത്ത സമയത്ത് എന്താ ചെയ്തേ? ഇരട്ടിക്കുന്നുണ്ട്. ദ്വിത്വസന്ധിയാണ് അവിടെ വരുന്നത് അല്ലെ? അത് ശ്രദ്ധിക്കുക, ഇരട്ടിക്കുവാണ് അക്ഷരങ്ങൾ ചെയ്യുന്നത്. നെക്സ്റ്റ് വരുന്ന താഴെ എന്താ എക്സാമ്പിൾ പറഞ്ഞത്? പൂ പ്ലസ് മാല പൂമാല, പൂ പ്ലസ് വട്ടി പൂവട്ടി, പൂ പ്ലസ് വിളി പൂവിളി, പൂ പ്ലസ് മരം. എന്താ? പൂമരം. എന്താ അതിന്റെ പ്രത്യേകത? അവിടെ ഇരട്ടിക്കുന്നൊന്നുമില്ല അല്ലെ? അതേപോലെ നമ്മൾ അവിടെ എഴുതി വെച്ചാൽ മതി, ചേർത്തിട്ട് പ്ലസ് ഒഴിവാക്കിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് ഇഷ്ടപ്പെട്ട 4 വരികൾ എടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുതിയിരുന്നോ എല്ലാവരും? നിങ്ങൾക്ക് വെവ്വേറെ 4 വരികളായിരിക്കാം ഇഷ്ടപ്പെടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന 4 വരികൾ എടുത്തെഴുതുക. നെക്സ്റ്റ് പറഞ്ഞത് ക്രമത്തിൽ എഴുതുക. ക്രമത്തിൽ എഴുതുമ്പോൾ ഒന്നാമത്തേല് പൂമ്പാറ്റിയായി പുറത്തു വന്ന് പൂന്തേൻ ഉണ്ണുന്നത് വരെയുള്ള സംഭവങ്ങൾ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞത്. അതിലെന്താണ് ഒന്നാമത്തത് പറഞ്ഞത്? നമ്മള് ഒന്നാമത്തെ പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. ഇടാത്ത ആരെങ്കിലും, നമ്പേഴ്സ് ഇടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ഇടണം. ഒന്നാമത്തത് പുഴുവായി പവിഴക്കൂട്ടിലുറങ്ങി. രണ്ടാമത്തത് ഇരുളും വെട്ടവും അറിയാതെ നാളുകൾ നീക്കി. നെക്സ്റ്റ് തേർഡ് വൺ എന്താണ്? കാറ്റത്ത് വീഴാതെ അരളിച്ചെടിയുടെ ഇലക്കടിയിൽ പറ്റി നിന്നു. അടുത്തതോ? ഒരു നാൾ സൂര്യൻ ഉദിക്കുമ്പോൾ പൂമ്പാറ്റത്തളിരായി പുറത്തു വന്നു. അടുത്ത അഞ്ചാമത്തത് പനിനീർ പൂവിൽ പറ്റിയിരുന്ന് പൂന്തേനുണ്ട് കഴിഞ്ഞു. ഏഴാമത്തത് എന്താ? കഴിഞ്ഞില്ലേ? 5 എണ്ണല്ലേ ഉള്ളൂ. ഓക്കെ, അപ്പൊ 5 എണ്ണം നിങ്ങൾ എഴുതുക. ഇനി അടുത്ത എന്താ? നമ്മുടെ ചൊല്ലി രസിക്കാം. അടുത്ത എല്ലാവരും പേജ് നമ്പർ 34. ചൊല്ലി രസിക്കാം. ആരൊക്കെയോ എന്നോട് ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പാടാ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതില് ഓരോരാളെയായിട്ട് വിളിക്കാം അല്ലെ? എന്താണ് മുഹമ്മദേ ഒന്ന് ചെരിഞ്ഞിരിക്കുന്നത്? നേരെ ഇരുന്നേ. മോനിപ്പൊ നേരെ തിരിഞ്ഞിട്ടാണല്ലോ മിസ് കാണുന്നേ. ഓക്കെ, ആദ്യം ആരാ പാടുന്നേ? ഇഫ്ര കൈപോക്കുന്നുണ്ട്. ഓക്കെ, ഒന്ന് പാടിയേ. ചൊല്ലി രസിക്കാം. ശ്രദ്ധിക്കണേ എല്ലാവരും. തുള്ളി നടക്കും പുള്ളി കുപ്പായം, കുപ്പായത്തിലൊരാളുണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റ. നിനക്കിതാരെ തുന്നിത്തന്നു പുള്ളി കുപ്പായം, മഞ്ഞപ്പൂമ്പൊടി പൂശി മിനുങ്ങും പുള്ളി കുപ്പായം.
വെള്ളി വെളിച്ചം വീണു തിളങ്ങും പുള്ളിക്കുപ്പായം. മുള്ളുകൾ കൊണ്ടാൽ ചീന്തുകയില്ലേ പുള്ളിക്കുപ്പായം. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ പുള്ളികൾ പൂമ്പാറ്റേ. ഓക്കെ, മനസ്സിലായോ? ഏഴാമത്തെ എന്താ? ചൊല്ലി രസിക്കാം എന്നാണ് അല്ലെ. ഒന്ന് മിസ്സോട് പാടാം. പൂവുകൾ തോറും തുള്ളി നടക്കും പുള്ളിക്കുപ്പായം. കുപ്പായത്തിലൊരാളുണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റ. നിനക്കിതാരെ തുന്നിത്തന്നു പുള്ളിക്കുപ്പായം. മഞ്ഞ പൂമ്പൊടി പൂശി മിനുങ്ങും പുള്ളിക്കുപ്പായം. വെള്ളി വെളിച്ചം വീണു തിളങ്ങും പുള്ളിക്കുപ്പായം. മുള്ളുകൾ കൊണ്ടാൽ ചീന്തുകയില്ലേ പുള്ളിക്കുപ്പായം. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ പുള്ളികൾ പൂമ്പാറ്റേ. എന്താ ചോദിക്കുന്നേ പൂമ്പാറ്റയോട്? പൂമ്പാറ്റയോടെ ചോദിക്കുന്നേ അല്ലെ. പൂവുകൾ തോറും തുള്ളി നടക്കുന്ന പുള്ളിക്കുപ്പായമേ എന്ന് വിളിക്കുന്നത് അല്ലെ. പിന്നെന്താ പറയുന്നേ? കുപ്പായത്തിൽ ഒരാളുണ്ടല്ലോ. ആരാണ്? പൂമ്പാറ്റയുണ്ട്. അപ്പൊ പൂമ്പാറ്റയുടെ കളർഫുള്ളായ ദേഹത്തിനെയാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇത് നിനക്ക് ഇതാരാണ് തുന്നിത്തന്നത്? പിന്നെന്താ ചോദിക്കുന്നേ? മഞ്ഞ പൂമ്പൊടി പൂശി മിനുങ്ങുന്ന പുള്ളിക്കുപ്പായാണ്. വെള്ളി വെളിച്ചം വീണ് തിളങ്ങുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞേ? മുള്ളുകൾ കൊണ്ടാല് ചീന്തുകയില്ലേ പറയുന്നല്ലേ. മുറിഞ്ഞു കീറി പോവുകയില്ലേ. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ എന്നൊക്കെ ചോദിക്കുന്നല്ലേ. അപ്പൊ ചൊല്ലി രസിക്കാം എന്നുള്ള ആ പാട്ട് എന്ത് ചെയ്യണം? എല്ലാവരും പാടി രസിക്കണം കേട്ടോ. പാടി നോക്കണേ. എന്ത്? പൂവുകൾ തോറും തുള്ളി നടക്കും പുള്ളിക്കുപ്പായം. ആർക്കതിന് അത്യാവശ്യമായി പാടണ്ടേ? മെന്ന പാടിക്കോ മെന്ന. എല്ലാവർക്കും ഇപ്പൊ പാട്ട് പാടണം. പൂവുകൾ തോറും തുള്ളി നടക്കും പുള്ളിക്കുപ്പായം. കുപ്പായത്തിരലാണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റ. നിനക്കിതാരെ തുന്നിത്തന്നു പുള്ളിക്കുപ്പായം. മഞ്ഞപ്പൂമ്പൊടി പൂശി മിനുങ്ങും പുള്ളിക്കുപ്പായം. വെള്ളി വെളിച്ചം വീണു തിളങ്ങും പുള്ളിക്കുപ്പായം. മുള്ളുകൾ കൊണ്ടാൽ ചീന്തുകയില്ലേ പുള്ളിക്കുപ്പായം. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ പുള്ളികൾ പൂമ്പാറ്റേ. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് ആർക്കാണ് അത്യാവശ്യമായി പാടണ്ടേ? ഷിഫാന ഏജി. അപ്പൊ ഒരുപാട് ആളുണ്ട്. ഷിഫാന പാടിയേ. കൈപൊക്കുന്നുണ്ട്. ഞാൻ വെച്ച് ഇപ്പൊ പാടി. പൂവുകൾ തോറും തുള്ളി നടക്കും പുള്ളിക്കുപ്പായം. കുപ്പായത്തിൽ ഒരാളുണ്ടല്ലോ നമ്മുടെ പൂമ്പാറ്റ. നിനക്കിതാരെ തുന്നിത്തന്നു പുള്ളിക്കുപ്പായം. മഞ്ഞ പൂമ്പൊടി മിനുങ്ങും പുള്ളിക്കുപ്പായം. വെള്ളി വെളിച്ചം വീണു തിളങ്ങും പുള്ളിക്കുപ്പായം. മുള്ളുകൾ കൊണ്ടാൽ ചീന്തുകയില്ലേ പുള്ളിക്കുപ്പായം. മഴ പെയ്യുമ്പോൾ മായുകയില്ലേ പുള്ളി പൂമ്പാറ്റ. പൂമ്പാറ്റേ അല്ലേ. അടുത്ത എന്താ? താഴെ നോക്കിയ മക്കള്. എട്ടാമത്തെ ആക്ടിവിറ്റി എന്താണ്? പൂമ്പാറ്റയുടെ ചിത്രം വരച്ച് നിറം കൊടുക്കുക. കൊടുത്തോ എല്ലാവരും? കുറെ പേര് എനിക്ക് ഫോട്ടോ സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, അപ്പൊ എങ്ങനെയാ പൂമ്പാറ്റിന്? അതാ അവിടെ അൻഷി നല്ല രീതി കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കൊടുക്കണം കേട്ടോ. അപ്പൊ എങ്ങനെയാ പൂമ്പാറ്റ? അതവിടെ റിക്കു കൊടുത്തു. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പൊ എങ്ങനെയാ പൂമ്പാറ്റ? നല്ല കളർഫുൾ ആണല്ലേ. മുമ്പിലത്തെ നമ്മുടെ പാട്ടിൽ തന്നെ മനസ്സിലായി അല്ലേ. അതേപോലെ നല്ല കളർഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പൂമ്പാറ്റയുടെ പിക്ചറിന് നിറം കൊടുക്കുക അല്ലേ. അടുത്ത നമുക്ക് എട്ടാമത്തെ ലെസൺ നോക്കി എല്ലാവരും. എട്ടാമത്തെ ലെസൺ എന്താണ്? പേര് നോക്കിയേ എട്ടാമത്തെ ലെസന്റെ.
അപ്പൊ എക്സാമിന് നിങ്ങൾക്ക് 7 ലെസണേ വരുള്ളൂ കേട്ടോ. അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരൂ. അപ്പൊ ഇന്ന് ഞാൻ മിസ് എടുക്കുന്നത് ഏത് ചങ്ങലയുടെ പാട് അല്ലെ. എന്താണ് പേര്? ചങ്ങലയുടെ പാട്. ചങ്ങല കണ്ടിട്ടുണ്ടോ നിങ്ങള്? ചങ്ങല. ഓക്കെ, ചങ്ങല എവിടെയാ നിങ്ങൾ കണ്ടത്? അനിക കൈമുക്കുന്നുണ്ട്. എവിടെയാ കണ്ട അനിക ചങ്ങല? പട്ടിയുടെ കഴുത്തില് അല്ലേ? ഓക്കെ. അപ്പൊ ഡോഗിന് നമ്മൾ ചങ്ങലക്ക് ഇടാറുണ്ട് അല്ലേ? ഡോഗിന്. ചങ്ങലയുടെ പാട് എന്നതാണ് പാഠത്തിന്റെ പേര് അല്ലെ. എന്താ ഇതിൽ പറയുന്നത് നോക്കാം നമുക്ക് അല്ലേ. ഇവിടെ എന്താ പറയുന്നത് അറിയോ? ചങ്ങലയുടെ പാട് എന്നുള്ളത് എന്താന്നറിയോ നിങ്ങൾക്ക്? ചങ്ങലയുടെ പാട് എന്തുകൊണ്ടാ? കെട്ടിയിട്ടത് കൊണ്ടാണ് അല്ലെ. പട്ടിയെ കെട്ടിയിടുന്നതുകൊണ്ടാണ് ചങ്ങലയുടെ പാടുണ്ടാവുന്നത് അല്ലെ. നമ്മൾ ദേശത്ത് ഇളക്കുകയാണെങ്കിൽ പാടുണ്ടാവുമോ? ഇല്ല അല്ലെ. അപ്പൊ എല്ലാ ജീവജാലങ്ങളും എന്താണ്? സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. കിളികള് കൂട്ടിൽ കഴിയാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാഞ്ചനം. കാഞ്ചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാഞ്ചനം. കാഞ്ചനം എന്ന വേർഡിന്റെ മീനിങ് അറിയോ ആർക്കെങ്കിലും? അറിയോ? ഇല്ല. സ്വർണം. കാഞ്ചനം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർണം അല്ലെ. ബന്ധൂര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സ്വർണ്ണ കൂട്ടിലാണെങ്കിലും ബന്ധനം എങ്ങനെയാ? നമുക്ക് ബന്ധനം തന്നെയാ അല്ലെ. കെട്ടിയിടുന്നതിന് ഒരു സുഖവും ഉണ്ടാവില്ല. നമ്മൾ എന്താണ്? സ്വാതന്ത്ര്യമാണ്. മനുഷ്യനായാലും മൃഗങ്ങളായാലും പക്ഷികളായാലും ഒക്കെ ആഗ്രഹിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യമാണ് അല്ലേ. നിങ്ങളല്ലേ? നിങ്ങൾ കൊറോണ വന്ന് കുറേ ദിവസം കുറെ കാലങ്ങളായി വീട്ടിൽ കിടക്കുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം തോന്നില്ലേ അല്ലെ? പുറത്തിറങ്ങണം, എവിടേക്കെങ്കിലും കറങ്ങണം അല്ലെ. ഒരു ദിവസം നമുക്ക് കറങ്ങാൻ പോകുമ്പോ വലിയ ആഹ്ലാദമായിരിക്കും കുട്ടികൾക്ക്. വെറുതെ വീട്ടിലിരുന്ന് മടുത്തിട്ട് അല്ലെ. ജസ്റ്റ് അമ്മയും അച്ഛനൊക്കെ നമ്മളെ എന്ത് ചെയ്യും? പുറത്തേക്ക് ഒന്ന് കൊണ്ടുപോകും. എന്തിനാന്നറിയോ? എൻ്റെ മക്കൾ വെറുതെ ഇരുന്ന് ഇങ്ങനെ ബോറടിച്ചിട്ടാ ഉള്ളത് അല്ലെ. ഇടയ്ക്ക് എവിടെയെങ്കിലും കൊണ്ടുപോകും. മാസ്ക് ഒക്കെ ഇട്ട് നല്ല ഭദ്രമാക്കി കൊണ്ടുപോകും. എന്നാലും അല്ലെ ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് പാടിച്ചാലോട്ട് ഇറങ്ങുന്നതാണെങ്കിൽ നമുക്ക് വലിയ ആഹ്ലാദമായിരിക്കും. എന്തുകൊണ്ടാ? ഇറങ്ങാതെ ഇറങ്ങുമ്പോ അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യമാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ദേശം സഞ്ചരിക്കാനുള്ള വിഹരിക്കാനുള്ള ആഗ്രഹമാണ് എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ടാവുന്നത്. മനുഷ്യന് മാത്രമല്ല മറ്റു പല ജീവജാലങ്ങൾക്കും സ്വാതന്ത്ര്യം തന്നെയാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇവിടെ ചങ്ങലയുടെ പാട് എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ചങ്ങല കെട്ടിയിട്ടാണ് വളർത്തുന്ന പട്ടിയാണ് അല്ല. ഏത്? നമ്മുടെ വളർത്തു പട്ടി അല്ലെ. നമ്മുടെ വീടുകളിൽ നമ്മൾ ചങ്ങലക്കിടും പട്ടിയെ. യഥേഷ്ടം നടക്കാൻ ഇങ്ങനെ അനുവദിക്കുവോ? ഉണ്ടോ മക്കളെ? നമ്മുടെ പട്ടി നമ്മൾ എന്ത് ചെയ്യും? കെട്ടിയിടാറുണ്ടോ? ഉണ്ട്. ഓക്കെ, നിങ്ങളെ മ്യൂട്ട് ചെയ്ത് വെച്ചോണ്ട് നിങ്ങളൊന്നും പറയാൻ പറ്റുന്നില്ല അല്ലെ. അപ്പൊ കെട്ടിയിടാറുണ്ട് അല്ലെ നമ്മളെ പട്ടിയെ. ഓക്കെ, അപ്പൊ അതൊന്നും ആർക്കും ഇഷ്ടമല്ല. ഇനി ജീവജാലങ്ങൾക്ക് ഏതിനും ഇഷ്ടമല്ല. നമ്മളിപ്പോ ഒരു തത്തയെ പിടിച്ച് കൂട്ടിലിടും. അപ്പൊ ആ തത്തയ്ക്ക് നിങ്ങൾ പാലും പഴവും ഒക്കെ കൊടുത്താലും അതിന് അതായിരിക്കില്ല ഇഷ്ടം. അതിനിങ്ങനെ യഥേഷ്ടം പറന്നു പോകുന്നത് തന്നെയായിരിക്കും ഇഷ്ടം. അതാണ് ഇവിടെയും പറയുന്നത്. അപ്പൊ എല്ലാ ജീവജാലങ്ങളും സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. കിളികള് കൂട്ടിൽ കഴിയാൻ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ എന്തേ? മൃഗങ്ങളില് കൂട്ടിൽ അകപ്പെടുന്നത് വെറുക്കുന്നു അല്ലെ. അപ്പൊ മനുഷ്യന് തടവിൽ പറക്കുന്നത് അസഹ്യമാണ്. നമ്മൾ എവിടെയെങ്കിലും ഒരു തടവിൽ തന്നെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? നമ്മളെ പൂട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുവോ? നിങ്ങൾക്ക് ഇഷ്ടാണോ പൂട്ടിയിടുന്നത്? തന്നെ അല്ല. നിങ്ങൾക്ക് യഥേഷ്ടം സഞ്ചരിക്കണം അല്ലെ. അങ്ങനെ സഞ്ചരിക്കാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും ഒക്കെയാണ് ആഗ്രഹിക്കുന്നത് അല്ലെ. അപ്പൊ സ്വാതന്ത്ര്യബോധം എന്ന മഹത്തായ മൂല്യത്തിന്റെ പ്രാധാന്യമാണ് നമ്മുടെ ഈ ചങ്ങലയുടെ പാട് എന്ന പാഠത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. എന്ത്? സ്വാതന്ത്ര്യബോധം എന്ന മഹത്തായ മൂല്യം. അതാണ് നമ്മുടെ ചങ്ങലയുടെ പാട് എന്ന പാഠത്തിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. സ്വാതന്ത്ര്യത്തിന്റെ വില അല്ലെ. നമുക്ക് നോക്കാം എന്താണ് ഇവിടെ പറയുന്നത്. എന്താണ് ഇവിടെ പറയുന്നത് നോക്കാം അല്ലെ. അപ്പോ ചങ്ങലയുടെ പാട് എന്ന പാഠത്തിലൂടെ നമുക്ക് സ്വാതന്ത്ര്യബോധം എന്ന മഹത്തായ മൂല്യം അല്ലെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് അല്ലെ. നമുക്ക് നോക്കാം എന്താണ് പറയുന്നത്. ഇപ്പോ നമ്മുടെ ചിത്രത്തിൽ ആരൊക്കെയാ കാണുന്ന മക്കളെ? ആരൊക്കെയാ കാണുന്ന ഇവിടെ ചിത്രത്തില്? പിന്നെ ആരാ ഉള്ളത്? അറിയോ?
ആ ജുവലിന് പറയാനുണ്ടോ? ജുവലെ ആരാണ്? ഒരാളും കൂടി ഉണ്ടല്ലോ. ചെന്നായ അല്ലേ? ചെന്നായയാണ് ആ പിക്ചറിൽ കാണുന്ന അടുത്താണ് അല്ലേ? അപ്പൊ നമുക്ക് നോക്കാം. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു, രോമങ്ങൾ മിനുമിനുത്തിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ച് വിടുമായിരുന്നു. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി. വീട്ടിൽ വെച്ച് ഒരു ചെന്നായി അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാനിങ്ങനെ ചടച്ച് എല്ലും തോലുമായിരിക്കുന്നു. എനിക്കും നിന്നെ പോലെ ആകാൻ കൊതി തോന്നുന്നു. നായക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചടച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നെടുവീർപ്പെട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം, അല്ലേ? ഞാൻ വരാം, എനിക്കും എല്ലാം കിട്ടുമല്ലോ. ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്തു കാണിക്കരുത്. നായ മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ല, നീ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തോളാം. ചെന്നായ ഉറപ്പു നൽകി. രണ്ടുപേരും നടന്ന് കാടിന് വെളിയിലെത്തി. ചെന്നായ ടൈഗറിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. അതാ അവന്റെ കഴുത്തിന് ചുറ്റും ഒരടയാളം. ഇതെന്താണ് ചങ്ങാതി, നിന്റെ കഴുത്തിന് ചുറ്റും ഒരടയാളം? ചെന്നായ കൗതുകത്തോടെ ചോദിച്ചു. ഓ, അതോ, ചങ്ങലയുടെ പാടാണ്. പകൽ മുഴുവൻ എന്നെ ചങ്ങല കൊണ്ട് കെട്ടിയിടും. നായ നിസാരമായി പറഞ്ഞു. ചങ്ങല കൊണ്ട് കെട്ടിയിടുകയോ? എന്നെയും കെട്ടിയിടുമോ? ചെന്നായ പരിഭ്രമത്തോടെ ചോദിച്ചു. പിന്നെന്താ, നിന്നെയും കെട്ടിയിടും, നായ ഉറക്കെ പറഞ്ഞു. അത് കേട്ട് ചെന്നായ ഞെട്ടി. അവൻ 2 അടി പിന്നോട്ട് വെച്ചു. എന്റെ പൊന്നു ചങ്ങാതി, എനിക്ക് നിന്റെ ചോറും ഇറച്ചിയും ബിസ്ക്കറ്റും ഒന്നും വേണ്ട. കിട്ടുന്നത് തിന്ന് ഞാൻ കാട്ടിൽ കഴിഞ്ഞോളാം. സ്വന്തം ഇഷ്ടമനുസരിച്ച് നടക്കാമല്ലോ. ഭക്ഷണത്തെക്കാൾ വലുത് സ്വാതന്ത്ര്യമാണ്. ചെന്നായ കാട്ടിലേക്ക് ഓടിപ്പോയി. എന്താ മനസ്സിലായത് നിങ്ങൾക്ക് അവരുടെ രണ്ടുപേരുടെയും കഥയിലൂടെ, ഇപ്പം വായിച്ച കഥയിലൂടെ? പറയാൻ പറ്റും? അൺമ്യൂട്ട് ചെയ്തരാ. എന്താ പറയാനുള്ളത്? എന്താ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായത് അനിഹ? ഈ ചെന്നായിയുടെയും പട്ടിയുടെയും കഥ മിസ് വായിച്ചു അല്ലെ? നിങ്ങൾക്ക് എന്താ അതിന് മനസ്സിലായത്? ആ, സ്വാതന്ത്ര്യം തന്നെയാണ് ഏറ്റവും വലുത് അല്ലെ? നല്ല ഭക്ഷണം കിട്ടുന്നതിലല്ല കാര്യം, സ്വാതന്ത്ര്യ ബോധം എന്ന മഹത്തായ മൂല്യമാണ് നമ്മുടെ ഈ പാഠത്തിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലേ? ഓക്കെ. അപ്പൊ എന്താ പറഞ്ഞത്? നായക്ക് സുഭിക്ഷമായ ഭക്ഷണം കിട്ടും, പക്ഷെ ചെന്നായി എന്താ പറഞ്ഞത്? കാട്ടിലാവുമ്പോ എനിക്ക് ഇഷ്ടം പോലെ വിഹരിക്കാൻ പറ്റും അല്ലെ? സ്വാതന്ത്ര്യത്തോടെ നടക്കാൻ പറ്റും. എനിക്ക് ബിസ്ക്കറ്റും പാലും ചോറും ഒന്നും അല്ല വേണ്ടത്, സ്വാതന്ത്ര്യമാണ് എന്നാണ് ലാസ്റ്റ് ലൈനിൽ പറയുന്നത് അല്ലെ? അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത് നമുക്ക് നോക്കാം. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു. അപ്പൊ വളർത്തു നായക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്ത് നല്ല തടിച്ചു കൊഴുത്ത് സുന്ദരനായിട്ടാണ് ഉള്ളത് അല്ലെ നായ. പക്ഷെ ചെന്നായിയുടെ അവസ്ഥ അങ്ങനെയല്ല അല്ലെ? അവൻ എന്തേ നോക്കാം. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു, രോമങ്ങൾ മിനുമിനുത്തിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ചു വിടുമായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ചു വിടുമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പകലന്തിയോളം എന്താ? കെട്ടിയിടും അല്ലെ? പകലന്തിയോളം കെട്ടിയിടും, രാത്രി മാത്രമാണ് കെട്ടഴിച്ച് വിടുന്നത്. അപ്പോ സ്വാതന്ത്ര്യം ആ സമയങ്ങളിലൊന്നും അവന് ഇല്ല അല്ലെ? എന്താണ് റാസിക്ക് പറയാനുള്ള? റാസി പറഞ്ഞോ. ഓ, വായിച്ചോട്ടെ, ഞാൻ ട്യൂഷനിൽ പഠിച്ചതാണ്. ഏത്? ഈ പാഠം പഠിച്ചോ? പഠിച്ചതിന് ശേഷം വായിപ്പിക്കുക കേട്ടോ. അപ്പോ അടുത്ത് എന്താ പറഞ്ഞേ? രോമങ്ങൾ മിനുമിനുത്തിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ചു വിടുമായിരുന്നു. അപ്പൊ പകലന്തിയോളം എന്താ ചെയ്യുന്ന? അവനെ കെട്ടിയിടും അല്ലെ? ചങ്ങലയില് കെട്ടി. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി.
കാട്ടിൽ വെച്ചൊരു ചെന്നായി അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. അല്ലെ, ഒരു രാത്രി എന്ത് ചെയ്തു? ടൈഗർ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി. രാത്രിയാണല്ലോ കെട്ടഴിച്ചു വിടുന്നത്. ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? കാട്ടിലെത്തി. കാട്ടിൽ വെച്ചൊരു ചെന്നായി അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. അല്ലെ, ടൈഗർ നല്ല കൊഴുത്ത് തടിച്ച് സുന്ദരനായിട്ടാ ഉള്ളത്. അല്ലെ, രോമങ്ങളൊക്കെ മിനുമിനുത്ത് ആണുള്ളത്. എന്തുകൊണ്ടാ? നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് അവൻ നല്ല സുന്ദരനായിട്ടാ ഉള്ളത്. അല്ലെ, തടിച്ചു കൊഴുത്തിട്ടുള്ളത്. പക്ഷെ അപ്പൊ എന്ത് ചെയ്തു? പട്ടിക്ക്, ടൈഗറിന് ചെന്നായിയെ കാണുമ്പോ സങ്കടം തോന്നി. അല്ലെ, സ്നേഹം തോന്നി. അപ്പൊ ചെന്നായി എന്താ ചെയ്യുന്നേ? അവനെ നോക്കി നിന്നു. നല്ല ശരീരമൊക്കെ കണ്ടിട്ടല്ലേ, അവൻ മെലിഞ്ഞിട്ടാ ഉള്ളത്. ആര്? ചെന്നായി. എന്താ പറഞ്ഞു? ചെന്നായി പറഞ്ഞു, ചങ്ങാതി, ഞാൻ ഇങ്ങനെ ചടച്ച് എല്ലും തോലുമായിരിക്കുന്നു. ചടച്ച് എല്ലും തോലുമായിരിക്കുന്നു. എന്താ അർത്ഥം? ചടയ്ക്കുക പറഞ്ഞ ചടയ്ക്കുക കേട്ടിട്ടുണ്ടോ? അപ്പൊ മിസ് പറഞ്ഞില്ലേ ഇതില്? ചടയ്ക്കുക പറഞ്ഞ എന്താ അർത്ഥം? ആർക്കറിയാം? ഓക്കെ, ഫാത്തിമ മെഹറിന് അറിയാം. എന്താ ഫാത്തിമ? ക്ഷീണിക്കുക. ക്ഷീണിക്കുക എന്നാ അർത്ഥം അല്ലെ. ചടച്ച് ക്ഷീണിച്ച് മെലിഞ്ഞിട്ടാണ് ഉള്ളത് ആര്? ചെന്നായ. എനിക്കും നിന്നെ പോലെയാകാൻ കൊതി തോന്നുന്നു. അല്ലെ, ടൈഗറിനെ പോലെ നല്ല തടിച്ചു കൊഴുത്ത് സുന്ദരനാവാൻ ആർക്ക്? ചെന്നായക്കും കൊതി തോന്നുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ നായക്ക് എന്ത് തോന്നി? അഭിമാനം തോന്നി. എന്തുകൊണ്ടാ അഭിമാനം തോന്നിയേ? ഇവൻ നല്ല തടിച്ചു കൊഴുത്തിട്ടായിട്ടുള്ളതെന്ന് പറഞ്ഞതുകൊണ്ട് അല്ലെ. നിന്നെ പോലെയാകാൻ, നിന്നെ പോലെ സുന്ദരനാവാൻ എനക്കും കൊതി തോന്നുന്നു പറയുമ്പോ ആർക്ക്? നായക്ക് ഒരു അഭിമാനമൊക്കെ തോന്നി അല്ലെ. കൊതി, കൊതി എന്ന് പറഞ്ഞ എന്താ അർത്ഥം? കൊതി എന്താ അർത്ഥം മക്കളെ? ആർക്കറിയാം? എല്ലാ പാഠത്തിനും പറഞ്ഞു കൊടുക്കും. ഒന്നും ഓർമ്മയില്ല? എന്താ ഇരിക്കേ? ആശ. ആശ അല്ലെങ്കിൽ ആഗ്രഹം അല്ലെ. കൊതി. നിങ്ങക്ക് ഭക്ഷണത്തൊക്കെ കൊതി തോന്നാറുണ്ടോ? ഏതിനോടാ കൊതിയുള്ളത്? ബിരിയാണിയോട്. ബിരിയാണിയോട്. വെരി ഗുഡ്. സത്യസന്ധമായ കാര്യങ്ങൾ പറയണം അല്ലെ. ബിരിയാണിയൊക്കെ തിന്നാൻ നമുക്ക് കൊതി തോന്നാറുണ്ട് ഇടക്കിടക്ക് അല്ലെ. ടീച്ചറെ, ഞാൻ ഈ കഥ കേട്ടിട്ടുണ്ട്. ഞാൻ ഈ കഥ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതെ അല്ലേ. അപ്പോ എന്താ പറഞ്ഞേ? കൊതി, ആഗ്രഹം. അപ്പോ നായിക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, എന്താ പറഞ്ഞത്? നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചടച്ചിരിക്കുന്നത്, ഇങ്ങനെ മെലിഞ്ഞിരിക്കുന്നത്. എന്തുകൊണ്ടാ? ക്ഷീണിതനായിരിക്കുന്നത് എന്തുകൊണ്ടാ? നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും അല്ലേ. എന്തൊക്കെ നായക്ക് നമ്മളെല്ലാം കൊടുക്കും അല്ലെ. ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് നല്ല നല്ല നീറ്റില് എല്ലാം കൊടുത്ത് നല്ല പോലെ സംരക്ഷിക്കും. പക്ഷെ കെട്ടിയിടും, അത്രയേ ഉള്ളൂ. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നെടുവീർപ്പിട്ടു അല്ലെ. നെടുവീർപ്പ് എന്താ? നെടുവീർപ്പ് അർത്ഥം? നെടുവീർപ്പിടാറുണ്ടല്ലോ നിങ്ങളെല്ലാരും. അത് തന്നെ ഋഷികേശേ. എന്താണ് നെടുവീർപ്പിട്ട് കാണിച്ചിട്ടുണ്ട്? ദീർഘനിശ്വാസം അല്ലെ. ദീർഘനിശ്വാസം, അതാണ് നെടുവീർപ്പ്. ഓക്കെ. അപ്പൊ ചെന്നായ നെടുവീർപ്പിട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം അല്ലെ. നായ എന്ത് പറഞ്ഞു? നീ എന്റെ കൂടെ വാ, നിനക്കും സുഖമായി ജീവിക്കാൻ. നീയും നല്ല തടിച്ചു കൊഴുത്ത് സുന്ദരനാവും, ഇറച്ചിയും ചോറും ഭക്ഷണം ഒക്കെ നിനക്കും കിട്ടും എന്ന് പറഞ്ഞു. നീ എന്റെ കൂടെ വാ പറഞ്ഞു അല്ലേ. എന്നിട്ട് അന്നേരം എന്ത് ചെയ്തു നോക്കാം നമുക്ക്? നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്നു മാത്രം. അപ്പോ യജമാനൻ എന്താ പറയുന്നത് അതൊക്കെ അനുസരിക്കണം. യജമാനൻ കെട്ടിയിട്ടാലേ അതും അനുഭവിക്കേണ്ടി വരും. സ്വാതന്ത്ര്യം ഒന്നും കിട്ടൂല എന്ന് പറഞ്ഞു അല്ലെ. യജമാനൻ എന്താ അർത്ഥം? യജമാനൻ യജമാനൻ രക്ഷാധികാരി. രക്ഷാധികാരി അല്ലെ. നമ്മളെ നോക്കുന്ന, സംരക്ഷിക്കുന്ന ആള്, രക്ഷാധികാരി, യജമാനൻ. അപ്പൊ യജമാനൻ പറയുന്നത് എന്ത് ചെയ്യണം? അനുസരിക്കണം എന്ന് മാത്രം. അപ്പൊ നീ എന്റെ കൂടെ വന്നോ,
പക്ഷെ യജമാനൻ പറയുന്നത് അനുസരിക്കണം. ഞാൻ വരാം, എനിക്കും എല്ലാം കിട്ടുമല്ലോ. ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്തു കാണിക്കരുത്. കാടത്തം എന്താ അർത്ഥം? കാടത്തം കാടത്തം ഓക്കെ, നിന്റെ കാടത്തമൊന്നും പുറത്ത് കാണിക്കരുത് എന്ന് പറഞ്ഞു. ഇതെന്താ പറയുന്നത്? കിട്ടും, പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്ത് കാണിക്കരുത്. നായ മുന്നറിയിപ്പ് കൊടുത്തു. ഇതിന്റെ പരുക്കം സ്വഭാവം ഒന്നും അവിടെ കാണിക്കാൻ പാടില്ല, നല്ല കുട്ടിയായിട്ട് നിൽക്കണം എന്ന് പറഞ്ഞു അല്ലെ. നായ ചെന്നായോട് എന്നാൽ മാത്രമേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, അത്ര പേരെ മതി. അപ്പൊ ഒന്നുകൂടി മിസ് അവിടം വരെ വായിക്കാം, എന്നിട്ട് നിങ്ങളെ കൊണ്ട് വായിക്കാം. അപ്പൊ ചങ്ങലയുടെ പാട് എന്നതാണ് പാടത്തിന്റെ പേര് അല്ലെ. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു, രോമങ്ങൾ മിനുമിനുത്തിരുന്നു, കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ചു വിടുമായിരുന്നു. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി. ശ്രദ്ധിക്കണേ വായിക്കുന്നത്. കാട്ടിൽ വെച്ചൊരു ചെന്നായിയെ അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാനിങ്ങനെ ചടച്ച് വെല്ലും തോലുമായിരിക്കുന്നു. എനിക്കും നിന്നെ പോലെ ആകാൻ കൊതി തോന്നുന്നു. നായക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചടച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നെടുവീർപ്പെട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം. ഞാൻ വരാം, എനിക്കും എല്ലാം കിട്ടുമല്ലോ. ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷെ നിന്റെ കാടത്തമൊന്നും പുറത്തു കാണിക്കരുത്. നായ മുന്നറിയിപ്പ് നൽകി. അപ്പൊ ഓക്കെ, കുറച്ച് പുതിയ പുതിയ വേർഡ്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാടത്തം, പരുക്കൻ സ്വഭാവം അല്ലെ. എന്താ പറഞ്ഞത് അടുത്തത്? കൗതുകം അല്ലെ. കൗതുകത്തോട് നോക്കി എന്ന് പറഞ്ഞു. ആകാംക്ഷയോടെ. കൗതുകം, ആകാംക്ഷ. ചടയ്ക്കുക, ക്ഷീണിക്കുക അല്ലെ. നെടുവീർപ്പ്, ദീർഘനിശ്വാസം. ദീർഘനിശ്വാസം. ഓക്കെ, അത്രയും വാക്കുകളാണ് നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോ നിങ്ങൾക്ക് ഈ പാഠത്തിന്റെ എന്താണെന്ന് മനസ്സിലായല്ലോ? നിങ്ങൾക്ക് എന്താണ് ഇതിന് മനസ്സിലാക്കേണ്ട പാഠെന്ന് മനസ്സിലായല്ലോ? സ്വാതന്ത്ര്യബോധം എന്ന മഹത്തായ മൂല്യാണ് ഇതിന്റെ പ്രാധാന്യം കേട്ടോ ഈ പാഠത്തിലൂടെ നിങ്ങൾക്ക് കാട്ടിത്തരുന്നത്. ഓക്കെ, അപ്പൊ ആരാ ഒന്ന് ഇത് വായിക്കുന്നത് പാഠഭാഗം? ഞാൻ വായിക്കാം. ഓക്കെ, ഋഷികേശ് ഒന്ന് വായിച്ചേ. ശ്രദ്ധിക്കണേ ബാക്കിയുള്ളവര്. ചങ്ങലയുടെ പാട്. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു. രോമങ്ങൾ മിന്നുമിന്നുത്തിരുന്നു. കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ചു വിടുമായിരുന്നു. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞു കാട്ടിലെത്തി. കാട്ടിൽ വെച്ച് ഒരു ചെന്നായയെ അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കി നിന്നു. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാനിങ്ങനെ ചടച്ച് എല്ലും തോലുമായി ആയിരിക്കുന്നു. എനിക്ക് നിന്നെപ്പോലെ ആകാൻ കൊതി തോന്നുന്നു. നായക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചതച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നെടുവീർപ്പിട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാം. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം. ഞാൻ വരാം, എനിക്ക് എല്ലാം കിട്ടുമല്ലോ. ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷേ നിന്റെ
കാടത്തമൊന്നും പുറത്ത് കാണിക്കരുത്. നായ മുന്നറിയിപ്പ് കൊടുത്തു. ഓക്കെ ഇല്ല, നീ മോനെ അവിടെ വരെ നമ്മൾ എടുത്തുള്ളൂ. ഓക്കെ നെക്സ്റ്റ്. ജുവല്. ചങ്ങലയുടെ പാട്. ടൈഗർ ഒരു വളർത്തു നായയാണ്. അവന്റെ ശരീരം തടിച്ചു കൊഴുത്തിരുന്നു. രോമങ്ങൾ മിന്നി മിനുത്തിരുന്നു. കണ്ണുകൾ തിളങ്ങിയിരുന്നു. രാത്രിയാകുമ്പോൾ അവനെ കെട്ടഴിച്ചിടുമായിരുന്നു. ഒരു രാത്രി അവൻ ചുറ്റിത്തിരിഞ്ഞ് കാട്ടിലെത്തി. കാട്ടിൽ വെച്ചൊരു ചെന്നായെ അവൻ കണ്ടുമുട്ടി. അതിനോട് അവന് സ്നേഹം തോന്നി. ചെന്നായ ടൈഗറിന്റെ കൊഴുത്ത ശരീരം നോക്കിയിരുന്നു. ചെന്നായ പറഞ്ഞു, ചങ്ങാതി, ഞാനിങ്ങനെ ചടച്ചെന്നും തോന്നുമായിരിക്കുന്നു. എനിക്കും നിന്നെ പോലെ ആകാൻ കൊതി തോന്നുന്നു. നായ്ക്ക് അഭിമാനം തോന്നി. അവൻ പറഞ്ഞു, നീ നന്നായി ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ് നീ ചടച്ചിരിക്കുന്നത്. എനിക്കാണെങ്കിൽ ഇറച്ചി, ചോറ്, ബിസ്ക്കറ്റ് എല്ലാം കിട്ടും. നിന്റെ ഭാഗ്യം തന്നെ. ചെന്നായ നേരെ ഏർപ്പെട്ടു. അപ്പോൾ നായ പറഞ്ഞു, നീ വിഷമിക്കണ്ട, എന്റെ കൂടെ വാ, സുഖമായി ജീവിക്കാൻ. യജമാനൻ പറയുന്നത് അനുസരിക്കണം എന്ന് മാത്രം. ഞാൻ വരാം, എനിക്കും എല്ലാം കിട്ടുമല്ലോ. ചെന്നായ സംശയം പ്രകടിപ്പിച്ചു. കിട്ടും, പക്ഷേ നിന്റെ കാടത്തം കൊണ്ട് പുറത്ത് കാണിക്കരുത്. നായ മുന്നറിയിപ്പ് കൊടുത്തു. ഇല്ല, നീ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തോളാം. ചെന്നായ ഉറപ്പ് നൽകി. രണ്ടുപേരും നടന്ന് കാടിന് വെളിയിലെത്തി. ചെന്നായ ടൈഗറിനെ ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഓക്കെ ജുവലൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സമയം കഴിഞ്ഞു മക്കളെ. ഇനി അടുത്ത ക്ലാസ്സിൽ വായിക്കാം കേട്ടോ ബാക്കിയുള്ളവർക്ക്. അപ്പോ 1 മുതൽ 7 വരെയുള്ള പാഠം നന്നായി പഠിക്കുക എക്സാമിന് വേണ്ടിയിട്ട്. ഓക്കെ, ബൈ. താങ്ക് യു മിസ്. ഓക്കെ.